നമസ്കാരം. മുമ്പൊക്കെ ഏത് ലോകകപ്പ് നടക്കുമ്പോൾ ആരാണ് ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് എല്ലാവരും പറയുന്ന ഉത്തരം ബ്രസീലായിരുന്നു. ബ്രസീൽ അല്ലെങ്കിൽ മറ്റാര് എന്നുള്ളതായിരുന്നു ചോദ്യം. ഇപ്പോൾ കാരണം 94 ചാമ്പ്യന്മാരാണ്, 98 റണ്ണേഴ്സപ്പാണ്, 2002 വീണ്ടും ചാമ്പ്യന്മാർ, 2006 ലോകകപ്പിന് വരുമ്പോൾ അവർ അതിഗംഭീര സ്കോഡായിരുന്നു. 2010 14 ആതിഥേയരായാലൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ഒരു പക്ഷേ ഏറ്റവും മോശം കാലങ്ങളിലൊന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും ബ്രസീലിന് അങ്ങനെ തള്ളാനൊന്നും പറ്റില്ല. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ബ്രസീൽ ടീമൊന്നും പോരാന്ന്. പക്ഷേ ഒരു ക്ലബ് ഫുട്ബോൾ നിരീക്ഷിക്കുന്ന ഒരാൾക്കും അങ്ങനെ ബ്രസീലിന് ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല. കാരണം ബ്രസീലിൻ്റെ പ്ലേയേഴ്സൊക്കെ ഇപ്പോഴും കളിക്കുന്നത് യൂറോപ്പിലെ ടോപ്പ് ലെവൽ ക്ലബ്ബുകളിലാണ്. ആരായാലും ഇപ്പോൾ വിനീഷ്യസ് ആയാലും റഫീഞ്ഞ ആയാലും ഏത് പൊസിഷനും, ഇപ്പോൾ മത്തേവൂസ് കുഞ്ഞ, ഇപ്പോൾ ഈ പ്രീമിയർ ലീഗിലൊക്കെ ഓരോ ക്ലബ്ബിലും ഓരോ താരങ്ങളാണ്. ഇപ്പോൾ യുണൈറ്റഡിൽ മത്തേവൂസ് കുഞ്ഞയുണ്ട്, അപ്പുറത്ത് ഓരോ ടീമിൽ അങ്ങനെ അതെ ഗബ്രിയേലോ, ഐസനലിൻ്റെ ഗബ്രിയേൽ നമ്മളങ്ങനെ പെട്ടെന്ന് മൈൻഡിൽ വരാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ചെൽസിയിൽ പുതിയ എസ്തവോ വില്ലൻ, അങ്ങനെ പല ഇനി ചെറിയ പ്രീമിയർ ലീഗ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിലടക്കം മുറിയിലോയോ പോലുള്ള ഉണ്ട്. ഗോൾ കീപ്പിംഗ് അലിസൺ ഉണ്ട്, സ്റ്റിൽ കസമിറോ ഓരോ പൊസിഷനിലും സ്റ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടീമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ബ്രസീലിൻ്റെ ഇത്രയും സ്റ്റാർ സ്റ്റഡഡ് ആയ ഒരു ടീമിനെ എങ്ങനെ കൊണ്ടുപോകുന്നതിനനുസരിച്ചായിരിക്കും അവരുടെ ഒരു സാധ്യത. ഇപ്പോൾ ഈ കാർലോ ആഞ്ചലോട്ടി ഒരു സാധാരണ ബ്രസീലിയൻ മാനേജർമാരെ പരിചയം എടുത്തിട്ടാണ് ഒരു പുതിയ മാനേജർ യൂറോപ്പിൽ നിന്ന് കൊണ്ടുവരുന്നത്. അതും ചെറിയ പേരല്ല. ഫുട്ബോളിലെ ഒരു ഹിസ്റ്ററി എടുത്താൽ എക്കാലത്തെയും വെച്ചൊരു 10 മാനേജർമാരെ ക്ലബ് ഫുട്ബോളിൽ എടുത്താൽ അതിലൊരാളായിരിക്കും ആഞ്ചലോട്ടി. AC മിലാനെ കിരീടം ചോദിച്ച ആളാണ്, റയലിനൊപ്പം യൂറോപ്പ് എത്രയോ തവണ ജയിച്ച ആളാണ്, അങ്ങനെ വലിയ ഹിസ്റ്ററി ഉള്ള ഒരാളാണ്. അപ്പോൾ ഈ കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീൽ അവർക്ക് പക്ഷേ എനിക്ക് തോന്നുന്നത് താരതമ്യേന അർജൻറ്റീനയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിശക്തമായ ഗ്രൂപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഭയങ്കര ഡെത്ത് ഗ്രൂപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും, കാരണം ആദ്യ മത്സരം മൊറോക്കോയുമായാണ്. മൊറോക്കോ നമുക്കറിയാം പോയ ലോകകപ്പിലെ സെമിയാണ്, ഒളിമ്പിക്സിലെ ജേതാക്കളാണ്, ഗോൾഡ് മെഡൽ ഫൈനലിസ്റ്റുകളായിരുന്നു. അങ്ങനെ വലിയ ടീമുണ്ട്, ഒരുപാട് സൂപ്പർ താരങ്ങളുണ്ട്, ഹക്കീമിയുണ്ട്, സിയച്ച് ഉണ്ട്, മസ്രാവി ഉണ്ട്, അങ്ങനെ വലിയ ടീമുണ്ട്. അതും ആദ്യ മത്സരം ഒരുപക്ഷെ മൊറോക്കോയോട് തോൽക്കാതിരിക്കട്ടെ. പക്ഷെ തോൽക്കുകയാണെങ്കിൽ പിന്നീട് അവർക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പ്രഷർ സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വരും. എന്താണ് ഒരു ബ്രസീലിൻ്റെ ഗ്രൂപ്പ് വിലയിരുത്തുമ്പോൾ എന്താണ് തോന്നുന്നത്? ബ്രസീലിൻ്റെ ഒരു നമുക്ക് ക്വാളിഫിക്കേഷൻ, ബ്രസീൽ എല്ലായ്പ്പോഴും ആരാധകരെ ടെൻഷൻ അടുപ്പിച്ചിട്ടാണ് വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്യാറുള്ളത്. പക്ഷേ വേൾഡ് കപ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവരൊരു ക്വാർട്ടർ ഫൈനൽ വരെ ഗ്യാരണ്ടി എന്ന് പറയാം. അതെങ്ങനെ അത് അവരുടെ ഒരു ബ്രസീലിയൻ ഒരു DNA-യിലുള്ളതാണ്. അവർ വേൾഡ് കപ്പ് ഒരു ബിഗ് സ്റ്റേജിൽ അവർക്ക് പെർഫോം ചെയ്യാൻ അറിയാം. പക്ഷേ ബ്രസീലിൻ്റെ ടീം കുറച്ച് കാലം പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കാലങ്ങൾക്ക് വളരെ മോശം ജനറേഷൻ എന്ന് പറയുന്ന അർത്ഥത്തില്ല, ഒരു ടീം എന്നുള്ള രീതിയിൽ പോകുമ്പോൾ അവർക്ക് ശരിക്കും ബേസിക്കലി ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം ഒരു ബെസ്റ്റ് കോച്ച് തന്നെയായിരുന്നു. അപ്പം 2-3 കോച്ചുകളെ മാറി പരീക്ഷിച്ചതിന് ശേഷമാണ് അവർ ആഞ്ചലോട്ടിയിൽ എത്തുന്നത്. ആഞ്ചലോട്ടിക്ക് വേണ്ടി അവർ കുറേ കാലം കാത്തിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ബ്രസീലിയൻ ടീമിന് എപ്പോഴും ആപ്റ്റ് ആവുന്ന ഒരാൾ, ഒരു ഫാദർ ലൈക്ക് ഫിഗർ ആണ് ശരിക്കും ബ്രസീലിയൻ ടീമിന് വേണ്ടി. അപ്പോൾ നമുക്ക് സ്കൊളാരി അറിയാം. സ്കൊളാരി ഉള്ള സമയത്താണ് അവർ അവസാനമായി വേൾഡ് കപ്പ് നേടിയത് 2002. പിന്നെ ടിറ്റെ വന്നു. ഇവരൊക്കെ ഒരു ബ്രസീൽ അവരുടെ കളിക്കാരെ നന്നായി മാനേജ് ചെയ്തു. അവരുടെ ഇപ്പം ഭയങ്കര ഫ്ലാംബോയൻ്റ് ആയിട്ടുള്ള കളിക്കാരാണ്. അവരെ അന്ന് അത്യാവശ്യം കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയൊരു ഫാദർ ലൈക്ക് ഫിഗർ. അപ്പോൾ അവർക്ക് അവരുടെ ഏറ്റവും വലിയ ഈ ലോകകപ്പിലെ ഒരു ട്രംപ് കാർഡ് എന്ന് പറയുന്നത്, ഞാൻ പറയാം, അവർ കളിക്കാരല്ല, ശരിക്കും പറഞ്ഞാൽ ആഞ്ചലോട്ടി എന്ന കോച്ചാണ്. അപ്പം ആഞ്ചലോട്ടി എന്ന കോച്ച് ഈ കളിക്കാരെ എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് ഈ ബ്രസീലിൻ്റെ ഒരു ഇത്. പിന്നെ എനിക്ക് തോന്നുന്നു ബ്രസീൽ ഇപ്പം നമ്മൾ മെസ്സി, റൊണാൾഡോ എന്ന് പറഞ്ഞ പോലെ നെയ്മർ എന്നുള്ളതിൽ നിന്നൊരു മാറി. ശരിക്കും പറഞ്ഞാൽ നെയ്മറെ കുറിച്ച് ഇപ്പോൾ ചർച്ച പോലും അധികം വരുന്നില്ല. ഇത്ര പേര് പറഞ്ഞപ്പോൾ നമ്മളത് പറഞ്ഞു, നമ്മളെ മനസ്സിൽ വരുന്നില്ല നെയ്മർ. പക്ഷേ എനിക്ക് തോന്നുന്നു നെയ്മർ എന്തായാലും വേൾഡ് കപ്പ് സ്ക്വാഡിൽ വരും. അപ്പോൾ നെയ്മർ ഒരു ലീഡറായിട്ടും ആഞ്ചലോട്ടി ഒരു കോച്ചായിട്ടും ആ ഒരു ഇക്വേഷൻ വന്നാൽ എനിക്ക് തോന്നുന്നു ബ്രസീൽ പിന്നെ അത് സപ്പോർട്ട് ചെയ്യാൻ വിനീഷ്യസിനെ പോലെ, റോഡ്രിഗോയെ പോലെ, റാഫീഞ്ഞയെ പോലുള്ള, പിന്നെ കസമിറോ ഒരു ലീഡറായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ഗബ്രിയേൽ നമ്മൾ പറഞ്ഞു. അപ്പം ബ്രസീലിന് ബേസിക്കലി ബ്രസീൽ വേൾഡ് കപ്പിലെ ബ്രസീലിൻ്റെ ഒരു ബിഗ് സ്റ്റേജിൽ നന്നായി പെർഫോം ചെയ്യുമെന്നുള്ളത് കൊണ്ടും ബ്രസീൽ മുന്നോട്ട് പോകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷയും എൻ്റെ ഒരു ആഗ്രഹവും അത് തന്നെയാണ്. ബേസിക്കലി നമ്മളൊരു ഇഷ്ടം കൊണ്ട് കൂടിയുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ബ്രസീലിൻ്റെ ആദ്യത്തെ മത്സരം വളരെ നിർണായകമാണ്. മൊറോക്കോ ബ്രസീലിനെ ഒട്ടും ഭയക്കുന്ന ടീം ആയിരിക്കില്ല. ബ്രസീലിനെതിരെ കളിക്കുമ്പം പല ടീമുകൾക്കും ആ പ്രശ്നം ഉണ്ടാവാറുണ്ട്. പക്ഷേ മൊറോക്കോയെ പോലൊരു ടീമിന് പ്രത്യേകിച്ച് അതെ. അപ്പം അതുപോലെ തന്നെ അപ്പം ബ്രസീൽ മൊറോക്കോയെ ആ മത്സരം അതിജീവിക്കുക എന്നുള്ളതാണ് ബ്രസീലിൻ്റെ മുന്നിലുള്ള ആദ്യത്തെ വെല്ലുവിളി. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഈ നെയ്മറെ കുറിച്ച് പ്രത്യേകം പറയാനെന്ന് തോന്നുന്നു, ഞാൻ വിട്ടുപോയതാണ്. പക്ഷേ സ്റ്റിൽ നമ്മളിപ്പോൾ ഈ വിനീഷ്യസ്, റോഡ്രിഗോ ഒരുപാട് താരങ്ങൾ പറയുന്നുണ്ട്, എസ്തവോ, പക്ഷേ സ്റ്റിൽ നെയ്മർ ഇവരെക്കാളൊക്കെ എത്രയോ ഫാർ ബെറ്ററും അദ്ദേഹം സെറ്റ് ചെയ്ത ബെഞ്ച് മാർക്കുകളൊക്കെ എത്രയോ ഉയർത്തിയാണെന്ന് നമുക്കറിയാം. എന്തായിരിക്കും നെയ്മർ ആഞ്ചലോട്ടിയുടെ പ്ലാനിൽ എങ്ങനെയായിരിക്കും ഉണ്ടാകുക? ആഞ്ചലോട്ടി അതിനൊരു
ടൈം ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. 6 മാസം സമയമുണ്ട്. ആൾ റിക്കവറായി ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് സ്ക്വാഡിലേക്ക് കോമ്പീറ്റ് ചെയ്ത് കയറണം എന്നുള്ളതാണ് അഞ്ചലോട്ടി മുന്നിൽ വെച്ചിട്ടുള്ളത്. പക്ഷേ അറിയാം, സാൻഡോസിൽ പരിക്കേറ്റിട്ടും ആൾ റെലഗേഷനിൽ നിന്ന് ടീമിനെ കരകയറ്റാൻ വേണ്ടി കളിക്കുക. അപ്പോൾ ആളുടെ ഒരു മെൻറ്റാലിറ്റി ഓക്കെയാണ്. പക്ഷെ അത് ഫിറ്റ്നസ്സിനെ ബാധിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ അഞ്ചലോട്ടിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അല്ലാത്ത പക്ഷം നെയ്മറുടെ ഒരു തിരിച്ചുവരവ്, നെയ്മർ ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഒരു ലീഡർ എന്ന നിലക്കുള്ള തിരിച്ചുവരവ് ബ്രസീലിൽ ഗുണം ചെയ്യും. പറഞ്ഞ പോലെ തന്നെ മൊറോക്കോ ആണ് ആ ഗ്രൂപ്പിലുള്ള ഒരു പ്രധാന വെല്ലുവിളികളിലൊന്ന്. മൊറോക്കോയുടെ ഫസ്റ്റ് മത്സരം ബ്രസീലിന് എന്തായാലും ആ ഗ്രൂപ്പിലൊരു വലിയ പ്രഷർ, അല്ലെങ്കിൽ അത് വിജയിച്ചു കഴിഞ്ഞാൽ പകുതി പ്രഷർ ഓക്കെ ആയി എന്നുള്ളൊരു നിലക്കാണ്. പിന്നെ ഗ്രൂപ്പിലുള്ളത് സ്കോട്ട്ലൻഡാണ്. സ്കോട്ട്ലൻഡ് നമുക്കറിയാം യൂറോപ്പിൽ ഡെൻമാർക്കിനോട് അവസാനത്തെ മത്സരം ഇഞ്ചുറി ടൈമിൽ 2 ഗോളുകളൊക്കെ അടിച്ച് ഒരു അൾട്ടിമേറ്റ് കംബാക്ക് ഒക്കെ നടത്തിയിട്ട് ക്വാളിഫൈ ചെയ്ത് വരുന്ന ടീമാണ്. അപ്പോൾ അവരെയും നമുക്ക് ഒരിക്കലും വില കുറച്ച് കാണാൻ അല്ലെങ്കിൽ തള്ളിക്കളയാനോ പറ്റാത്തൊരു ഓപ്ഷനാണ്. അപ്പം ബ്രസീലിന് ഗ്രൂപ്പ് ഓഫ് ഡെത്ത് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും കാർഡിനിമേറെ ഗ്രൂപ്പുകളിലൊന്ന് ബ്രസീലിൻ്റെ ഗ്രൂപ്പ് തന്നെയാണ്. പിന്നുള്ളത് ഹെയ്ത്തിയാണ്. ഹെയ്ത്തി കേരള ബ്ലാസ്റ്റേഴ്സിലൊക്കെ കളിച്ച പ്ലെയറാണ്. ഡക്കൻസാസോ നമുക്ക് അറിയുന്ന ഒരു ഹെയ്ത്തി പ്ലെയർ എന്നുള്ളത് ആ പേരേ ഉള്ളൂ. പക്ഷേ ഹെയ്ത്തിയെ കുറിച്ച് പറയുമ്പോൾ സാധാരണ ആ ഒരു മേഖലയിൽ നിന്ന് വരാനുള്ള ടീമായിരുന്നു ഈ കോസ്റ്ററിക്കയൊക്കെ. പക്ഷെ കോസ്റ്ററിക്കയൊക്കെ പറ്റിയിട്ടാണ് ഹെയ്ത്തി പിന്നെ വരുന്നത്. ഇത്തവണ അവർ അഡ്വാൻറ്റേജും കിട്ടി. 3 ഹോസ്റ്റും ഓൾറെഡി കാനഡ, മെക്സിക്കോ മേഖലയിൽ നിന്ന് 3 പേര് ഹോസ്റ്റ് ആയതുകൊണ്ട് അവർക്ക്. പക്ഷെ എന്നാൽ പോലും കോസ്റ്റാറിക്കയും ഹോണ്ടുറാസിനെയും മറികടന്ന് ഹെയ്ത്തി വരുന്നു എന്നുള്ളത് ഒരു കോസ്റ്റാറിക്കൊക്കെ വരുമ്പോൾ ലോകകപ്പിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ഞെട്ടിക്കലുകൾ നടത്തുന്ന ടീമാണ്. അപ്പം അതുപോലൊരു പ്രകടനം ഹെയ്ത്തിയുടെ ഭാഗത്തോട് വന്നു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഒരു പക്ഷേ ഏറ്റവും കോമ്പറ്റീഷൻ ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പുകളൊന്നേ മാറും. ഈ സ്കോട്ട്ലൻഡിനെ നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. സ്കോട്ട്ലൻഡ് ഇപ്പോൾ 28 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ടീമാണ്. സൂപ്പർ താരങ്ങളുണ്ട്. ഇപ്പോൾ സ്കോട്ട് മക്ടോമിനെയാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു ടീം. അതുകൊണ്ട് ബ്രസീലിന് എനിക്ക് തോന്നുന്നത് കുറച്ച് കടുപ്പമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ആ ടീം അവിടെ ഉണ്ട്, പ്ലേയേഴ്സും ഉണ്ട്. അഞ്ചലോട്ടി അവരെങ്ങനെ മാനേജ് ചെയ്യുന്നതെന്നനുസരിച്ചായിരിക്കും. ഇപ്പോൾ ഈ ബ്രസീൽ ടീമിന് എനിക്ക് പെർഫോമൻസ് നോക്കുമ്പോൾ ഒരു സ്റ്റേബിൾ അല്ലാത്ത പ്രശ്നമാണ്. അപ്പോൾ ഒരു വലിയ ടീമുകളെ ചിലപ്പോൾ പോയി തോൽപ്പിക്കുന്നുണ്ട്, അതേസമയം ജപ്പാനോടൊക്കെ പോയിട്ട് തോൽക്കുന്നുണ്ട്. ഒരു സ്റ്റേബിളും എല്ലാവരും ഒരു അഞ്ചലോട്ടിയുടെ സിസ്റ്റത്തിലേക്ക് പരിവപ്പെട്ട് വരാനുള്ളൊരു നെയ്മർ വരണം എന്ന് തന്നെയാണ് ഇത്. കാരണം നെയ്മറെ നമുക്ക് ഒരു ചില കളിക്കാരുടെ ഒരു പ്രതിഭയെ നമുക്ക് ഒരിക്കലും എഴുതിത്തള്ളാൻ പറ്റും. ഇപ്പോൾ ക്രൊയേഷ്യക്കെതിരെ കഴിഞ്ഞ വേൾഡ് കപ്പിലെ ഗോള് അസാമാന്യമായ ഗോളായിരുന്നു. ആ മത്സരം അവർ തോറ്റു എന്നുള്ളത് വളരെ സങ്കടകരമാണ്. നേരിട്ട് കണ്ടതല്ലേ? അതെ, അതാ ഗാലറിയിൽ നിന്ന് കണ്ടത്. അത് സത്യം പറഞ്ഞാൽ അതാണ് ശരിക്കും ജീനിയസ് എന്ന് പറയാവുന്ന കളിക്കാരെ നമ്മൾ വേറിട്ട് നിർത്തുന്ന ഒരു ഘടകം. ആ ഒരു സിറ്റുവേഷനിൽ അതുപോലെ ഒരു ഗോൾ നേടാനുള്ളൊരു കഴിവ് നെയ്മർക്കുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നെയ്മർ പോലും അത് റിയലൈസ് ചെയ്യുന്നില്ല എന്നതിലാണ് ഏറ്റവും വലിയ സങ്കടം. നെയ്മറുടെ ഒരു പ്രതിഭയുടെ വലിപ്പം നെയ്മർ തിരിച്ചറിയുന്നില്ല. അപ്പോൾ അത് ശരിക്കും മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആഞ്ചലോട്ടി. അത് നെയ്മർക്ക് മനസ്സിലാക്കി കൊടുത്താൽ അത് ബ്രസീലിന് നൽകുന്നൊരു ആനുകൂല്യം വളരെ വലുതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ അടുത്ത ടീമിലേക്ക് പോകാം. അതുപോലെ തന്നെ എല്ലാ ലോകകപ്പ് തുടങ്ങുമ്പോഴും നമ്മൾ നേരത്തെ ബ്രസീലിന് പറഞ്ഞ പോലെ വലിയ ഹൈപ്പിൽ വരുന്നൊരു ടീമാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ലോകത്തെ ഏറ്റവും മികച്ച 1ാമത്തെ ലീഗ് നടക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ അവിടുത്തെ പ്ലേയേഴ്സ് എപ്പോഴും വളരെ പോപ്പുലർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഏതൊരു ലോകകപ്പിന് വരുന്ന സമയത്തും അവർ അത്രയും ഹൈപ്പിലാണ് വരാറുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ 2002, 2006 ലോകകപ്പിനൊക്കെ വന്നൊരു ഇംഗ്ലണ്ട് ടീമുണ്ട്. ഓരോ പൊസിഷനിലും സൂപ്പർ താരങ്ങൾ, ഓരോ ക്ലബിൻ്റെ ഇതിഹാസങ്ങളായിരുന്നു. മുൻവശത്ത് വെയിൻ റൂണി, യുണൈറ്റഡിൻ്റെ വെയിൻ റൂണി, സെൻട്രൽ ഡേവിഡ് ബെക്കാം ഉണ്ടായിരുന്നു, അപ്പുറത്ത് ലാംബാർഡ്, ജെറാർഡ്, ഇവരൊക്കെ ഓരോ ക്ലബിൻ്റെ ഇതിഹാസങ്ങളാണ്. ചെൽസിയുടെ ഇതിഹാസമാണ് ലാംബാർഡ്, ജെറാർഡ് ഇംഗ്ലണ്ടിൻ ലിവർപൂളിൻ്റെ ഇതിഹാസമായിരുന്നു. ബാക്കിലാണെങ്കിൽ ആഷ്ലി കോള്, റിയോ ഫെർഡിനാൻഡ്, അങ്ങനെ മുന്നിൽ നേരത്തെ മൈക്കൽ ഓവൻ, അങ്ങനെ ഇത്രയും ഒരു ഇതിഹാസ 11 ആയിട്ട് വരെ തോറ്റുപോയൊരു ടീമാണ്. അവർ 1966 ശേഷം നമുക്കറിയാം ലോകകപ്പിൽ ആകെ ഈ അടുത്താണ് 2018 അവർ സെമി കളിക്കുന്നത്. ഇടയ്ക്ക് 90 കളിച്ചിട്ടുണ്ട്. അതിൽ അവർ വലിയൊരു ഷിഫ്റ്റ് ഇംഗ്ലണ്ട് ടീമിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗാരത്ത് സൗത്ത്ഗേറ്റ് മാറി. ഗാരത്ത് സൗത്ത്ഗേറ്റിൻ്റെ കാലത്ത് ഇപ്പോൾ ആരാധകർക്കൊന്നും അദ്ദേഹത്തെ വലിയൊരു ഇഷ്ടമുള്ള കോച്ചല്ല. കാരണം അദ്ദേഹം താരങ്ങളുടെ ഈ പൊട്ടൻഷ്യൽ ഉപയോഗപ്പെടുത്തിയില്ല. അവരുടെ അദ്ദേഹത്തിൻ്റെ കളിശൈലി ഭയങ്കര ബോറിംഗ് ആണെന്നൊക്കെ അഭിപ്രായമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഗാരത്ത് സൗത്ത്ഗേറ്റ് അത്യാവശ്യം റിസൾട്ട് ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ അവർ ലോകകപ്പ് സെമി കളിച്ചു, ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായ ഇംഗ്ലണ്ടിനെ കൊണ്ട് സെമി കളിച്ചു, യൂറോ കണ്ടിന്യൂസ് ആയിട്ട് 2 തവണ ഫൈനൽ കളിച്ചു. പിന്നീട് അവർ വീണ്ടും ഒരു ഷിഫ്റ്റ് നടത്തി. ഒരു വലിയ കോച്ച് തന്നെ അവിടെയും ഉണ്ട്, തോമസ് ടുഹേൽ എന്ന് പറയുന്ന കോച്ച്. ചെൽസിയെ ഒരു ശൂന്യതയിൽ നിന്ന് ചാമ്പ്യൻസ് ലീഗ് അടുപ്പിച്ച പരിചയമാണ്. ബയൺ മ്യൂണിക്കിനൊപ്പം പരിചയമുണ്ട്. അതിൽ നമ്മൾ ഇംഗ്ലണ്ട് ടീമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ക്വാളിഫയിങ് റൗണ്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ഏറ്റവും ശക്തമായ ടീം ഇംഗ്ലണ്ടാണ്. കാരണം എല്ലാ മത്സരങ്ങളും ക്വാളിഫയിങ് റൗണ്ടിൽ അവർ വിജയിക്കുക എന്ന് മാത്രമല്ല ഒരു ഗോൾ പോലും അവർ കൺസീഡ് ചെയ്തില്ല. അങ്ങനെ ഒരു റെക്കോർഡ് യൂറോപ്യൻ ക്വാളിഫയേഴ്സിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത്രയും ശക്തിയോടെയും ഹൈപ്പോടെയുമാണ് ഇംഗ്ലണ്ട് വരുന്നത്. പക്ഷേ ഓഫ് കോഴ്സ് ഇംഗ്ലണ്ടിന് എല്ലാ കൊല്ലവും ഒരു ഡെത്ത് ഗ്രൂപ്പിൽ ഇംഗ്ലണ്ട് പെടാറുണ്ട്. 2014 ഇറ്റലിയും ഒക്കെ ഉള്ള ഗ്രൂപ്പിലായിരുന്നു പെട്ടിരുന്നത്. ഇക്കുറിയും അതിശക്തമായ ഗ്രൂപ്പാണ്. ക്രൊയേഷ്യക്കൊപ്പമാണ് കളിക്കുന്നത്. ആദ്യ മത്സരം തന്നെ ക്രൊയേഷ്യയോടാണ് കളിക്കുന്നത്. എന്താണ് ഇംഗ്ലണ്ടിൻ്റെ ഒരു ഗ്രൂപ്പ് നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്?
ഇംഗ്ലണ്ടിൻ്റെ നമ്മളിപ്പം ബ്രസീൽ പറഞ്ഞ പോലെ ബ്രസീൽ ക്വാളിഫയിങ് ഒക്കെ ഇടറി വന്നിട്ട് ബിഗ് സ്റ്റേജിൽ വരുമ്പം വേറെ തരത്തിലേക്ക് ഉയരും. ഇംഗ്ലണ്ട് നേരെ തിരിച്ചാ ശരിക്കും പറഞ്ഞാൽ. ക്വാളിഫയിങ്ങിലൊക്കെ വളരെ ഈസി ആയിട്ട് വന്നിട്ട് ഒരു ഈ പ്രഷർ ഇത്രത്തോളം ഒരു സൈക്കോളജിക്കൽ ഒരു ബാരിയർ കൊണ്ടുവരുന്ന ഒരു ടീം വേറില്ല. അവർക്ക് നമ്മൾ പറയാറ് പെനാൽറ്റി ഷൂട്ടൗട്ടിൻ്റെ കാര്യം മാത്രം. പക്ഷേ ഒരു ഫൈനൽ, സെമി ഫൈനൽ വരെ നെക്സ്റ്റ് ഒരു ഇത് കടക്കാനുള്ളൊരു മെൻറ്റാലിറ്റി അവർക്ക് എന്തോ അവർക്ക് കിട്ടാറില്ല. ഇപ്പോൾ 2 യൂറോ കപ്പ് ഫൈനൽ കളിച്ചു, വേൾഡ് കപ്പ് കളിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു അത് ആ ഒരു ടീമിൽ ഇപ്പം നമ്മൾ പണ്ട് ലിവർപൂൾ AC മിലാനെ ഇസ്താംബൂളിൽ തോൽപ്പിച്ച സമയത്ത് ജെറാർഡ് എങ്ങനെയാണ് ഒരു ലീഡറായിട്ട് ഒരു ഹാഫ് ടൈം സമയത്ത് അവരുടെ ഒരു മോട്ടിവേറ്റ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ട് ടീമിൽ ഉണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. കാരണം ഹാരി കെയ്ൻ ഒരു സ്ഥിരമായി ഗോളടിക്കുന്നത്, പക്ഷേ ഹാരി കെയ്ൻ്റെ എനിക്കൊന്ന് ആ ടീമിനെ ലിഫ്റ്റ് ചെയ്യാനുള്ളൊരു ലീഡ് ചെയ്യാനുള്ള. അപ്പം നമ്മൾ കഴിഞ്ഞ ലോകകപ്പിൽ മെസ്സിയെ കണ്ടു. മെസ്സിയുടെ അടുത്ത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ലത്, പക്ഷേ മെസ്സി ഒരു ലീഡറായിട്ട് മാറി. അപ്പോൾ എനിക്കൊന്ന് വലിയൊരു ടൂർണമെൻറ്റിൽ വരുമ്പോൾ ബേസിക്കലി 1-2 ലീഡേഴ്സ് ആ ടീമിൽ വേണം. അപ്പോൾ അതാര് ചെയ്യും എന്നുള്ളതാണ് ഇംഗ്ലണ്ട് ടീമിൻ്റെ ഒരു പ്രശ്നം. ഹാരി കെയ്ൻ നിരന്തരം ഗോൾ അടിച്ചുകൊണ്ടിരിക്കും. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ സാക്കയൊക്കെ പോലെ നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പം ഫിൽഫോർഡിനെ പോലെ ഒരു പ്ലെയർക്ക് ഈ ടീമിൽ ചാൻസ് ഉണ്ടാകുമെന്ന് പോലും സംശയം. അപ്പോൾ അത്രത്തോളം പ്രതിഭാ ധാരാളിത്തം ഉള്ളൊരു ടീമാണ്. അപ്പം ബേസിക്കലി ഇതും ഞാൻ ബ്രസീലിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അവർക്ക് കിട്ടാവുന്ന ഇപ്പോൾ ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടൂഹലിനെ പോലെ ഒരു കോച്ചാണ്. അപ്പോൾ ഈ ടൂഹലിനെ അറിയാം ഇവരെ കളിക്കാരെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത്, കളിക്കാരുടെ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ എങ്ങനെ പുറത്ത് കൊണ്ടുവരണം എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇതുപോലെ ഒരു നോക്കൗട്ട്, പ്രത്യേകിച്ചും ഇതുപോലെ നോക്കൗട്ട് ഘട്ടത്തിലേക്കൊക്കെ വരുമ്പം ഇത്ര അങ്ങനെ ടീമിനെ ഒരു ഫയർ ഉള്ളിൽ നിന്ന് വരുന്ന രീതിയിലുള്ള ഒരു കളിക്കാരൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിന് ഇപ്പോഴും ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ ഈ നമ്മൾ പറഞ്ഞ ഈ സൈക്കോളജിക്കൽ ഇത് ഇംഗ്ലണ്ട് ആദ്യ മത്സരത്തിൽ തന്നെ ഇംഗ്ലണ്ടിനെ ടെസ്റ്റ് ചെയ്യുക. കാരണം അവർ ഏറ്റുമുട്ടുന്ന ക്രൊയേഷ്യ അവരെ മുൻപ് വേൾഡ് കപ്പിൽ തോൽപ്പിച്ച ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രൊയേഷ്യയോടുള്ള ആ ഒരു മത്സരം അവരുടെ ഒരു മെൻറ്റാലിറ്റിയുടെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിരിക്കും സത്യം പറഞ്ഞാൽ. അപ്പം അത് ജയിച്ചാലുള്ളൊരു ഇന്ധനം അവരൊരു ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച പോലെ മുന്നോട്ട് പോകും സത്യം പറഞ്ഞാൽ. പക്ഷെ അത് തോറ്റാൽ എന്താവും എന്നുള്ളത് ഒരു കാണേണ്ട കാര്യം. എനിക്ക് ഇംഗ്ലണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇംഗ്ലണ്ടിന് ഗ്രൂപ്പ് ഓൾറെഡി ടൈറ്റാണ്. ഇപ്പോൾ ക്രൊയേഷ്യയോട് തുടങ്ങുന്നു, പിന്നീട് ഗാനയെ നേരിടാനുണ്ട്. ഇനി റൗണ്ട് ഓഫ് 32 വന്നാൽ മിക്കവാറും അവർക്ക് മെക്സിക്കോ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മെക്സിക്കോ വരികയാണെങ്കിൽ അതായത് അവരുടെ മെക്സിക്കോയുടെ ഹോം ഗ്രൗണ്ടിനെതിരെയാണ് ഇംഗ്ലണ്ടിന് കളിക്കേണ്ടത്. ക്വാർട്ടറിൽ വരാനുള്ളത് ബ്രസീലായിരിക്കും. എല്ലാ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ വരികയാണെങ്കിൽ ബ്രസീൽ ഇംഗ്ലണ്ട് പോരാട്ടം ക്വാർട്ടറിൽ വരും. നമ്മൾ മുമ്പ് 2002 കണ്ടിട്ടുണ്ട്. അന്നാണ് റൊണാൾഡീഞ്ഞോയുടെ കരിയിലൊക്കെ സംഭവിക്കുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ തോമസ് ടുഹേലിനെ മറ്റെല്ലാ കോച്ചുമാരെക്കാളുള്ള വലിയൊരു പ്രതിസന്ധിയുണ്ട്. കാരണം ഇത്രയും താരങ്ങൾ ഓരോ പൊസിഷനിലുള്ളൊരു ടീം വേറുണ്ടല്ലോ. ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് ഒരു 11 ഇത്രയും താരങ്ങൾക്കിടെ ഒരു 11 ഒരുക്കിയെടുക്കുക അല്ലെങ്കിൽ ഒരു ടീമിനെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. ഓൾറെഡി പല ക്യാമ്പയിനുകളും നടക്കുന്നുണ്ട്. പല പ്രീമിയർ ലീഗ് ക്ലബ്ബുകളൊക്കെ ഞങ്ങളെ താരം അവിടെ വേണം എന്നുള്ള രീതിയിൽ വേൾഡ് കപ്പിന് വേണമെന്നുള്ള രീതിയിൽ ക്യാമ്പയിൻ വരെ നടത്തുന്നുണ്ട്. ഇപ്പോൾ പല പ്രമുഖരും ഇപ്പോൾ ജാക്ക് ഗ്രീലിഷ് ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. റാഷ്ഫോർഡ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഉണ്ടായേക്കാം, പക്ഷേ ഇടക്കാലത്ത് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പല ക്ലബ്ബുകളിൽ നിന്നുണ്ട്. പ്രത്യേകിച്ചും സ്ട്രൈക്കറിലൊക്കെ എത്രയോ ആളുകളാണ്. ഡെലാപ്പുണ്ട്, സക്കയുണ്ട്, വലിയ നീണ്ട നിര തന്നെയുണ്ട്. അപ്പോൾ എന്താണ് ഇംഗ്ലണ്ടിൻ്റെ ഒരു ഗ്രൂപ്പും സാധ്യതകളൊക്കെ നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇംഗ്ലണ്ടിൻ്റെ സ്ക്വാഡ് നമ്മൾ ആദ്യം എടുത്തു പറയേണ്ടത്, ഇംഗ്ലണ്ടിൻ്റെ സ്ക്വാഡിലൊരു 90% പ്ലേയേഴ്സും അല്ലെങ്കിൽ ഒരു 95% പ്ലേയേഴ്സും പ്രീമിയർ ലീഗിലുള്ളവരാണ്. അപ്പോൾ അവർക്ക് ആ ഒരു കളിയുടെ പേസും എല്ലാവർക്കും ഒരു താളമുള്ള പ്ലേയേഴ്സാണ്. ഇവരെ കമ്പൈൻ ചെയ്ത് ഒരു ബിഗ് സ്റ്റേജിൽ പ്രഷർ മറികടന്ന് മുന്നേറുക എന്നുള്ളതായിരുന്നു ഇംഗ്ലണ്ട് കഴിഞ്ഞ കുറേ ലോകകപ്പിൽ നേരിട്ട പ്രതിസന്ധി. അതിനെ മറികടക്കുക എന്നുള്ളതാണ് ടുഹേലിന് മുന്നിലുള്ള ആദ്യത്തെ കടമ്പ. ടീമിൻ്റെ പ്രഷർ ഈസാക്കി കൊടുക്കുക. ക്രൊയേഷ്യയെ തോൽപ്പിച്ച് വരുമ്പോൾ വീണ്ടും ഗാന വരുന്നുണ്ട്, അവിടെയും കൂടിയും കടക്കണം. അപ്പോൾ ഈ ഒരു പ്രഷർ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന വെല്ലുവിളി. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് താരങ്ങൾ, ഈ താരങ്ങളിൽ ആരെ പിക്ക് ചെയ്യണം? ഒരാൾക്ക് പകരം മറ്റൊരാളെ എടുത്തിട്ട് അയാൾ വേൾഡ് കപ്പിൽ മോശം പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ടീമിനെ മൊത്തത്തിൽ ബാധിക്കും. കോച്ചിന് അതൊരു പ്രഷറായി മാറും. അപ്പം ഭയങ്കര പ്രിസൈസായിട്ട് അറ്റിക്കുറുക്കിയെടുക്കുക എന്ന് പറഞ്ഞ പോലെ അരിച്ചരിച്ച് ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കേണ്ടി വരും ഓരോ പ്ലേയേഴ്സിനെയും ഓരോ പൊസിഷനിലും. നമുക്കറിയാം കഴിഞ്ഞ വേൾഡ് കപ്പിലേക്കൊക്കെ വരുമ്പോൾ റൈറ്റ് ബാക്കിൽ ഒരു വലിയ ലിസ്റ്റ്, ഇപ്പോൾ ഡിഫൻസ് അല്ലെങ്കിൽ റൈറ്റ് ബാക്കിൽ ഓരോ പൊസിഷനിലും അത്രയും വലിയ ലിസ്റ്റുമായിട്ടാണ് ഇംഗ്ലണ്ട് കളിക്കാൻ വരുന്നത്. പക്ഷെ അവർക്ക് മുന്നോട്ടേക്ക് കടക്കാൻ പറ്റാത്തൊരു പ്രതിസന്ധി മുന്നിൽ വരിക. അപ്പം ഈ ഒരു താരങ്ങളെ പിക്ക് ചെയ്യുന്നതിൽ കോച്ചിന് പരമാവധി ഫിൽട്രേഷൻ നടത്തേണ്ടി വരും. അതിലായിരിക്കണം 12 ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നത്.
പിന്നെ ഗ്രൂപ്പിലെ കോമ്പറ്റീറ്റേഴ്സ് നമുക്കറിയാം. പിന്നെ വരുന്നത് പനാമ മാത്രമാണ്. പനാമയായിരിക്കും കമ്പാരിറ്റീവ്ലി ഒരു ലെസ് കോമ്പറ്റീഷൻസ് കൊടുക്കുക. ഈ പനാമ 2018 ലോകകപ്പിൽ എൻ്റെ ഓർമ്മയിൽ ഇംഗ്ലണ്ടിന് ഗ്രൂപ്പിലായിരുന്നു. അന്ന് ഹാരി കെയ്നൊക്കെ ഒരു ഹാട്രിക് അടിച്ച് 5-6 ഗോൾ അടിച്ചൊരു മത്സരം ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ഇംഗ്ലണ്ടിനെ കുറിച്ച് ഇപ്പോൾ അത് പറഞ്ഞാൽ നമ്മൾ ലീഡിങ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരുപാട് ഡിഫൻസിലൊക്കെ ഇപ്പോൾ ഒരുപാട് താരങ്ങളുണ്ട്. ഇപ്പോൾ ഹെൻഡേഴ്സണൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിൽ ടീമിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഒരു ലീഡിങ് മെന്റാലിറ്റി ഉള്ള ആളാണ്. വേറെയും ഡിഫൻസിലൊക്കെ ഒരുപാട് പേരുണ്ട്. ഹാരി മഗ്വയർ ഒക്കെയുള്ള മെന്റാലിറ്റി ഉള്ളവരുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നുന്നത് ഇവർ ക്ലബ്ബ് ലെവലിലൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് വേൾഡ് കപ്പ് വരുമ്പോൾ അപ്പം ലൂക്ക മോഡ്രിച്ച് ക്രൊയേഷ്യക്ക് വേണ്ടി കളിക്കുമ്പോൾ ഒരു വീര്യം, അതാണ് ശരിക്കും ഇംഗ്ലണ്ടിലെ ആ ഒരു മിസ്സിങ്. അങ്ങനെ ഒരു പ്ലെയർ ശരിക്കും ഇംഗ്ലണ്ടിന് വേണമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ജോർദാൻ ഹെൻഡേഴ്സന്റെ വരവോട് കൂടി അല്ലെങ്കിൽ ആള് സ്ക്വാഡിലേക്ക് ആഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു മെന്റാലിറ്റി ആളിപ്പോൾ ആയാക്സിൽ കളിക്കുമ്പോഴൊക്കെ ആയാലും ആ ഒരു ടീമിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിൽ ഇപ്പോൾ ഒരു മിഡ്ഫീൽഡർ, ഇംഗ്ലണ്ടിനൊക്കെ പ്രത്യേകിച്ച് മിഡ്ഫീൽഡർമാരായിരുന്നു ഒരു കാലത്ത് ഇംഗ്ലണ്ടിനെ നയിച്ചിരുന്നത്. അപ്പോൾ അതുപോലെ ഒരു ഹോൾഡ് ചെയ്ത് കളിക്കാൻ എല്ലാ ടീമിനെ കോർഡിനേറ്റ് ചെയ്യാൻ ഹെൻഡേഴ്സൺ പറ്റും. ഹെൻഡേഴ്സണ് കുറച്ചധികം കാലം സ്ക്വാഡിൽ കളിച്ചുള്ള പരിചയമുണ്ട്. പുതുവന്ന പ്ലെയേഴ്സ് ആയാലും മുൻപുള്ള താരങ്ങൾ സീനിയർ ജൂനിയർ താരങ്ങൾക്കിടയിലുള്ള ഒരു ബ്രിഡ്ജായിട്ട് മാറാൻ ആളെ കൊണ്ട് പറ്റും. ആൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആള് ഒരു ക്യാപ്റ്റൻസി ഏറ്റെടുക്കുക അല്ലെങ്കിൽ ആളെ ഒരു മെന്റാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടീമിനെ മൊത്തം ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നല്ലത് അല്ലേ ഹാരി കെയ്നെ. നിലവിലെ സാഹചര്യത്തിൽ കാരണം ഫുൾ ടൈം കളിക്കുമെന്ന് പോലെ ഉറപ്പില്ല. അത്ര പ്ലെയർക്ക് ഒരിക്കലും ആംബാൻഡ് കൊടുക്കാൻ തോന്നില്ല. ഏതായാലും ഈ ഇംഗ്ലണ്ടിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഈ പ്രഷറിൻ്റെ കൊടുത്ത് പറയാനുള്ളത് അവരുടെ ഈ ആരാധകർ ഈ ഹുളിഗൻസ് എല്ലാ ലോകകപ്പിലും പോയി നടത്തുന്ന കുറേ സംഭവങ്ങൾ നമുക്കറിയാം. അത് അവർക്ക് സൃഷ്ടിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കൂടെ ഏറ്റവും വലിയ മീഡിയ ഹൗസുകൾ വരുന്ന രാജ്യമായതുകൊണ്ട് ഈ മീഡിയാസ് ഓൾവേസ് ഈ നമ്മൾ ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒക്കെ കാര്യം പറയുന്ന പോലെയാണ്. ഇംഗ്ലണ്ടിന് എപ്പോഴും ഒരു സ്ക്രൂട്ടിനി ഉണ്ടാവും ഈ വിമർശിക്കാനും. പിന്നെ ഈ ക്ലബ്ബുകളുടെ ഭാഗമായിട്ടുള്ള ചേരിപ്പോരുകൾ വേറെ ഉണ്ടാവും. അങ്ങനെ ഇംഗ്ലണ്ടിന് ഏതായാലും വലിയൊരു കടമ്പയാണ് കടക്കാനുള്ളത്. തോമസ് ടുഹേൽ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർ ഷെഡഡ് ആയിട്ടുള്ള ഒരു ടീമിനെ എങ്ങനെ അദ്ദേഹം ഒരുക്കിയെടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും ഇംഗ്ലണ്ടിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം എന്നാണ് കരുതുന്നത്.